ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തിനാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ക്യാമ്പ്രിക്കിൽ അഥവാ 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ക്യാമ്പ്രിക്കിൽ തന്നെ 60s by 60s എന്നും 40s by 40s എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ പുതിയ ഫോളോവേഴ്സ് ആയിരിക്കും, ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൺലൈൻ തുടങ്ങിയ സമയത്തൊക്കെ ഇത് പറഞ്ഞിരുന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ ഡൗട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. നമുക്ക് ഇതിനകത്ത് വരുന്ന ത്രെഡിൻ്റെ കൗണ്ടാണ് 60s by 60s എന്നും 40s by 40s എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 60s by 60s ആകുമ്പോൾ 40s by 40siനേക്കാളും കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കും. താഴോട്ട് പോകുമ്പോൾ തിക്കായി വരികയാണ് ഫാബ്രിക്, അതായത് കൗണ്ട് താഴോട്ട് വരുമ്പോൾ ഫാബ്രിക് കുറച്ചുകൂടി തിക്കായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 60s by 60s അതിന് മുകളിലേക്കുള്ള ഫാബ്രിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ 40s by 40s എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോർമലി ഒരു നൈറ്റിയുടെ ഫാബ്രിക് എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് കുറച്ചുകൂടി തിക്കായിരിക്കും എന്ന് വെച്ച് ഇത് തിക്കാനില്ല എന്നല്ല, നമ്മുടെ ത്രെഡ് കൗണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് വാങ്ങിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൗണ്ട് പറയുന്നത്. എല്ലാവർക്കും തന്നെ ഇത് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് രണ്ട് പേരൊക്കെ ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തതാണെന്ന് മാത്രം. അപ്പം നമ്മൾ ഇന്ന് കാണുന്നത് ക്യാമ്പ്രിക്കിൽ തന്നെ 60s by 60s ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 109 ആണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധം, വീഡിയോ ഔട്ട് ആകുന്ന കാര്യങ്ങൾ, പേയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങൾ കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സമയത്തിലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നതെന്ന് മുതൽ ഷോപ്പ് എവിടെയാണ്, ഷോപ്പിൽ അവൈലബിൾ ആണോ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയ ഫോളോവേഴ്സിന്, പുതിയ നമ്മുടെ ഫാമിലിയിലേക്ക് എൻട്രി ചെയ്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള യെല്ലോ കളറിൽ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇക്കട്ട് പാറ്റേണിലുള്ള പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം കേട്ടോ, വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തിക്കാവുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. ഇക്കട്ടിന്റെ ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് സ്ക്രീൻ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ആണ്. ഒരു അജ്രക്കിന്റെ പ്രിന്റ് എന്നൊക്കെ പറയാം, ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. ഈ കളറൊക്കെ നമ്മളിപ്പോ റീസെന്റ്ലി ആഡ് ചെയ്തിരിക്കുന്ന കളറാണ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാവരും പറയുമായിരുന്നു നീല, ചുമപ്പ്, പച്ച അങ്ങനെയുള്ള കളർ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ചധികം ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇനി നമുക്ക് ഹോട്ട് സീസൺ ആണ് അടുത്ത് വരുന്നത്. അപ്പൊ സോഫ്റ്റ് കളേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ നന്നാകുന്നത്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എടുക്കുന്നതൊക്കെ തന്നെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് വീക്കിൽ പർച്ചേസിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അധികം കളക്ഷൻസ് തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ലൈറ്റ് കളറാണോ, സോഫ്റ്റ് കളറാണോ, നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റും കൂടെ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കലങ്കാരിയുടെ കാര്യം പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു. അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിന്റെ തന്നെ നമ്മളിപ്പോ കണ്ടതിന്റെ തന്നെ വേറൊരു കളറാണ്. സെയിം പ്രിന്റ് തന്നെ, ഒരു ഇക്കട്ട് പാറ്റേണിലുള്ള പ്രിന്റ് തന്നെയാണ്. ഒരു പിങ്കിന്റെ ഡാർക്ക് ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇക്കട്ടിന്റെ സ്ക്രീൻ പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. സെയിം തന്നെ ആദ്യം കണ്ട ആ ഒരു പ്രിന്റ് തന്നെയാണ് ഇതിന് മാച്ച് ചെയ്യാവുന്നതായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് ടോപ്പും ബോട്ടവുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. സെൻറ്ററിൽ ഒരു ഡിസൈനും സൈഡിൽ വേറെ ഡിസൈനൊക്കെ കൊടുത്ത് 3 പീസിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ക്ലോസിൽ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. 109 തന്നെയാണ് നമ്മുടെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രീൻ കളറിലുള്ളതാണ് വന്നിരിക്കുന്നത്. ഒരു സിഗ്സാഗ് പ്രിന്റിലാണ്. ഗ്രീനിൽ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. നമുക്ക് ഓരോന്നും കാണാം. സിഗ്സാഗ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്.
ഈ സിഗ്സാഗ് ഒക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. സിഗ്സാഗ് തന്നെ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുന്നതൊക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് അതിന് മാച്ച് ചെയ്യാവുന്ന വേറെ ഒരു ഫ്ലവറിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രിന്റ് വന്നിരിക്കുന്നതാണ്. ഒരു ഫ്ലവറും 2 ലീഫുമായിട്ടുള്ളൊരു പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 109 തന്നെയാണ്. 60s by 60s ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം, കുറച്ചും കൂടെ ക്ലിയർ ആകും. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേറൊരു പ്രിന്റ് ആണ്. അപ്പം 3 ഓപ്ഷനാണ് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ക്ലോസ് ചെയ്തൊന്ന് കാണിക്കാം. അപ്പം നമ്മൾ ഇന്ന് കണ്ടതെല്ലാം തന്നെ 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആയിരുന്നു. നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതും നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. കാംബ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ.
ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ടാകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ടാകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ടാകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.